ആസനലിന്റെ ആ ഒരു ഹൈജാക്ക് അതൊരു ഒന്നൊന്നര ഹൈജാക്ക് ആയിപ്പോയി. ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം എബർഷെ എസ് എ ലാസ്റ്റ് മിനിറ്റിൽ ആസനലിലേക്ക് എത്തുമെന്നുള്ളത്. കാരണം എസ് എയുമായി ബന്ധപ്പെട്ടുള്ള റൂമറുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആസനലിന്റെ ഒരു പ്രധാന ടാർഗറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിലും ടോട്ടൻഹാമുമായി ചർച്ചകൾ നടന്നു, പേഴ്സണൽ എഗ്രിമെന്റിൽ എത്തി എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നു. അപ്പം താരം സ്പേഴ്സിലേക്ക് പോയി ഏതാണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചൊരു ഘട്ടത്തിലാണ് ഒരു ടേൺ അറൗണ്ട് ഉണ്ടായിട്ട് എബർഷെ എസ് എയെ ഗണ്ണേഴ്സ് 60 മില്യൺ പൗണ്ടിന് സ്വന്തമാക്കിയത്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ എന്ന് പറയുമ്പോൾ ആസനലിനെ സംബന്ധിച്ച് ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയുള്ള ട്രാൻസ്ഫർ വിൻഡോ തന്നെയാണ്. കാരണം വീക്ക് ലിങ്ക്സ് ഒക്കെ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൈനിങ്ങുകളാണ് ആസനൽ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സൈനിങ് എന്ന് പറയുന്നത് ഗ്യോക്കറസിന്റെ സൈനിങ് തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു സ്ട്രൈക്കർ എന്നുള്ളത് അത്രയും വിലപ്പെട്ട ഒരു സൈനിങ് തന്നെയായിരുന്നു ആസനലിനെ സംബന്ധിച്ച്. അത് മികച്ചൊരു ഗോൾ സ്കോററെ കൊണ്ടുവരാൻ ഗണ്ണേഴ്സിന് സാധിച്ചു. മിഡ്ഫീൽഡിലാണെങ്കിൽ സുബിമെന്റിയെ പോലെയുള്ള ഒരു വേൾഡ് ക്ലാസ് പ്ലെയറിനെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ ഡിഫൻസിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മികച്ച ഡിഫൻസുള്ള ആസനലിന് കുറച്ചുകൂടി കരുത്തേക്കാൻ ക്രിസ്ത്യൻ മോസ്ക്വേറോ എന്ന് പറയുന്ന ഒരു യങ് ടാലന്റിനെയും അവർക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ നോനി മദുവേക്കെ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഓപ്ഷൻ ഫോർവേഡ് എന്നുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ. അപ്പൊ ഇതെല്ലാം വന്നു. പിന്നെ കെപ്പയുടെ ഒരു സൈനിങ്ങും ഈ ഒരു സീസണിൽ തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഡേവിഡ് റായക്ക് ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇങ്ങനെ മികച്ച രീതിയിൽ ബെഞ്ച് സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ആസനൽ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പം എബർഷെ എസയും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നത്. ആസനലിന് എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു പ്ലെയർ തന്നെയാണ് എസ് എ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് ഉള്ള ക്രിസ്റ്റൽ പാലസിനെ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായിട്ട് മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പ്ലെയർ ആണ്, ഒരു ഗോൾ സ്കോററാണ്, ഒരു ക്രിയേറ്ററാണ്. ശരിക്കും ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള പ്ലെയർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ആസനലിന് അങ്ങനെയുള്ള ഒരു പ്ലെയർ ഇല്ല എന്നുള്ളത് പ്രത്യേകിച്ച് നിലവിലെ സാഹചര്യത്തിൽ അതൊരു പ്രശ്നം തന്നെയായിരുന്നു. സാക്കയ്ക്ക് അമിതമായിട്ടുള്ള റോൾ പലപ്പോഴും വഹിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒഡേഗാർഡ് ആണെങ്കിൽ ആ ഒരു പഴയ ഫോമിലല്ല നിൽക്കുന്നത്. ക്രിയേറ്റീവായുള്ള ഒരു മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും ആ രീതിയിലെ കാര്യങ്ങളെ സമീപിക്കാൻ ഒഡേഗാർഡിന് ഇപ്പം റീസെന്റ് ലാസ്റ്റ് സീസണിലൊന്നും സാധിച്ചിട്ടില്ല. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം മികച്ച ക്രിയേറ്റിവിറ്റി ഉള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ മിടുക്കനായ എബർഷെ എസ് എ ഗണ്ണേഴ്സിന്റെ പാളയത്തിലേക്ക് വരുന്നത്. 27 വയസ്സുള്ള പ്രൈം ഏജ് കളിക്കുന്ന പ്ലെയറാണ്. കഴിഞ്ഞ സീസണിൽ ക്രിസ്റ്റൽ പാലസിന് വേണ്ടി 14 ഗോളുകളും 11 അസിസ്റ്റുകളും മൊത്തം സ്വന്തമാക്കിയ ഒരു താരമാണ്. ഫൈനലിൽ FA കപ്പിൽ ക്രിസ്റ്റൽ പാലസിന് ചരിത്ര വിജയം സമ്മാനിച്ചതിൽ വലിയ റോള് വഹിച്ച പ്ലെയറാണ്. അപ്പം നല്ലൊരു ടാലന്റ് ആണ്, നല്ല ലോയലായുള്ള ഒരു സോൾജർ ആണ് എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ക്രിസ്റ്റൽ പാലസിന് വേണ്ടി അത്ര മികച്ച രീതിയിൽ ലോയൽ പ്ലെയർ എന്നുള്ള രീതിയിൽ ഇമേജ് ഉള്ള അവരുടെ ഒരു ലെജൻഡൊക്കെ ആയിട്ട് മാറാൻ പോകുന്ന ഒരു പ്ലെയറാണ് എബർഷെ എസ് എ. 27 വയസ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എസ് എ വരുന്നതോടുകൂടി ആസനലിന്റെ അറ്റാക്കിംഗ് നിര കുറച്ചും കൂടി സ്ട്രോങ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ബുക്കായോ സാക്ക റൈറ്റ് വിങ്ങിലും ലെഫ്റ്റ് വിങ്ങിൽ എബർഷെ എസയും കളിക്കുമ്പോൾ ഗ്യോക്കറസിന് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഗ്യോക്കറസ് പ്ലസ് എബർഷെ എസ് ആ ഒരു ലിങ്ക് പ്ലേ ഒക്കെ സ്ട്രോങ് ആവുകയാണെങ്കിൽ ആസനലിന് പലപ്പോഴും ഓപ്പൺ പ്ലേയിൽ ഗോളുകൾ നേടാനുള്ള ഒരു സാധ്യത വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ആസനലിന്റെ ഒരു പ്രശ്നം ഓപ്പൺ പ്ലേയിൽ ഗോളുകൾ വേണ്ടത്ര രീതിയിൽ നേടാൻ പറ്റുന്നില്ല. പലപ്പോഴും സംഭവിക്കുന്നത് ഇതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തെ മറികടന്ന്, അതായത് സെറ്റ് പീസുകളെ മാത്രം ആശ്രയിക്കാതെ തന്നെ ഗോളുകൾ നേടാനുള്ള ഒരു അവസരം ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ എബർഷെ എസ് എ തുറന്നു കൊടുക്കും എന്നാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. എന്തായാലും ഒരു ഗംഭീര സൈനിങ് തന്നെയാണ് ആസനലിനെ സംബന്ധിച്ച്. അപ്പൊ ഇത്രയും മികച്ച സൈനിങ് ഒക്കെ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ഗണ്ണേഴ്സ് നടത്തിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ കപ്പടിക്കാതെ നിലനിൽക്കാൻ എന്തായാലും ആർട്ടേറ്റയ്ക്ക് സാധിക്കില്ല. കാരണം ടീമിന് വേണ്ട മികച്ച താരങ്ങളെയെല്ലാം സൈൻ ചെയ്യിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും മാനേജ്മെന്റിന്റെ റോൾ മാനേജ്മെന്റ് നല്ല രീതിയിൽ തന്നെ വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഗ്രൗണ്ടിൽ ഇത് റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം പോസിറ്റീവായുള്ള ഒരു ഫുട്ബോളിലേക്ക് ആസനൽ പോകേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പ്രീമിയർ ലീഗ് മത്സരത്തിലും നമ്മൾ കണ്ടു. കാരണം ഒരു നിരാശാജനകമായ പ്രകടനമാണ് ആസനലിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ 1 ഗോളിന് വിജയിച്ചെങ്കിലും ആസനലിന്റെ കളിയിൽ ആർക്കും, ഈവൻ ഫാൻസിന് പോലും തൃപ്തിയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ എസ് എ പോലുള്ള ഒരു ക്രിയേറ്റീവ് ആസ്പെക്റ്റിൽ കളിക്കാൻ പറ്റുന്ന മികച്ച ഒരു ഗോൾ സ്കോറിംഗ് എബിലിറ്റിയും അതേസമയം തന്നെ അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യാനൊക്കെയുള്ള കപ്പാസിറ്റി ഉള്ള ഒരു താരം വരുന്നത് ആസനലിന്റെ ഫ്രണ്ട് ലൈനിനെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ ആസനൽ തൂക്കി എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടോ? എത്രത്തോളം മികവ് പുലർത്താൻ ആസനലിന് സാധിക്കും? ഇനിയും എന്തെങ്കിലും വീക്ക് ലിങ്ക് ഉണ്ടോ? പ്രീമിയർ ലീഗ് സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.